ഹേ ഗേയ്സ്, ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ ലാസ്റ്റ് പാട്ടാണ് കേട്ടോ ഇത്. മുന്നത്തെ പാട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ സ്കേറ്റിങ്ങിനൊക്കെ പോകുന്നതിൻ്റെ വീഡിയോ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന്. അപ്പോൾ ആ വ്ളോഗാണ് കേട്ടോ ഇത്. നമ്മൾ ആസ് യൂഷ്വൽ മീറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന പോലെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു. ഫണ്ണായിരുന്നു കേട്ടോ. ലൈക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടന്മാരെല്ലാവരും കൂടിയൊക്കെ ചേർന്ന് പുഷപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഒത്തിരി ഫൺ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം എല്ലാവരെയും കൊണ്ട് പ്ലാങ്കും ചെയ്യിപ്പിച്ച് സഞ്ജു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലോട്ട് കയറി. അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ഒക്കെ കൂട്ടി എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചിട്ട് നല്ല ലേറ്റായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം നമ്മൾ ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് ഇറങ്ങി നമ്മളെല്ലാവരും കൂടി ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടി പോകുന്നത് കേട്ടോ. ബസ്സിൽ നിന്ന് എൻകൈം വരെ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഐസ് സ്കേറ്റിങ്ങിൻ്റെ അവിടെ പോയത് കേട്ടോ. എൻകൈമിൽ നിന്ന് ചെന്നിട്ട് അവിടെ നിന്ന് ഊബാനെടുത്ത് ആണ് നമ്മൾ ഐസ് സ്കേറ്റിങ്ങിൻ്റെ പ്ലേസിലോട്ട് പോയത്. ഊബാനെടുത്ത് അതിൻ്റെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഐസ് പീൽ ഹാലെ എന്ന് പറഞ്ഞ സ്പോട്ടിലോട്ട് പോകാനുള്ള ഒരു എക്സിറ്റ് അവിടെ ഉണ്ട്. അതുവഴി നമ്മളെല്ലാവരും ഇറങ്ങി നേരെ ഐസ് പീൽ ഹാലയിലോട്ടാണ് പോയത്. നല്ല ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇതാട്ടോ ഐസ് പീൽ ഹാലെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഐസ് സ്കേറ്റിങ്ങിന് ഇതൊരു ഇൻഡോർ ഐസ് സ്കേറ്റിംഗ് ആണ്. എല്ലായ്പ്പോഴും സ്ഥിരം ഉണ്ടാകുന്നതാണ്. ഈ വിൻ്ററിൽ മാത്രമല്ല എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു ഐസ് സ്കേറ്റിംഗ് റിങ്കാണിത്. ഇതെപ്പോഴും ഇൻഡോർ റിങ്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലൈക്ക് ആൾക്ക് 12 യൂറോ എന്തോ ആയി നമുക്ക് മൊത്തം ഷൂസിനും എൻട്രിക്കും എല്ലാത്തിനും കൂടിയിട്ട് ആൾക്ക് 12 യൂറോ ഉണ്ടായിരുന്നു. സ്റ്റുഡൻ്റ് ഐ ഡി ഉണ്ടെങ്കിൽ 1 യൂറോ 11 യൂറോ ഉണ്ടാവുള്ളൂ. അല്ല ബാക്കിയാണെങ്കിൽ 12 യൂറോ ആണ് കേട്ടോ. 5 യൂറോ എൻട്രിക്കും 6 യൂറോ ഷൂസിനും അങ്ങനെ എന്തോ ആയിരുന്നു. എൻട്രിക്കാണ് സ്റ്റുഡൻ്റ് ഐ ഡി ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുക. അപ്പം നമ്മളെല്ലാവരും കയറി. ഇതിട്ട് കഴിഞ്ഞിട്ട് നല്ല കാല് വേദനയുണ്ടായിരുന്നു, നടക്കാനും പാടായിരുന്നു. ഇതിട്ടിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഐസ് സ്കേറ്റിങ്ങിന് കയറിയ ഇതാ പോകുന്നു സഞ്ജു. ഇത് സ്ഥിരം ഇവിടെ എല്ലാവരും അന്ന് പോയ എല്ലാവരും നല്ലപോലെ വീണെണീറ്റിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഒത്തിരി വട്ടം വീണിട്ടുണ്ട്. അവൻ വീണത് വീഡിയോയിൽ കിട്ടിയെന്ന് പറഞ്ഞുള്ള ഒരു എക്സ്പ്രഷൻ ഇടലാണിത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നുള്ളൊരു എക്സ്പ്രഷനാണ് അത്. അങ്ങനെ എല്ലാവരും കുറേ റൗണ്ടൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ വീണെണീറ്റ് എല്ലാവർക്കും നല്ല ഇടിയൊക്കെ കിട്ടിയിട്ടുണ്ട് വീണ്. പിറ്റേ ദിവസം എല്ലാവർക്കും നല്ല ബോഡി പെയിനൊക്കെ ആയിരുന്നു. അത്യാവശ്യം ഐസാണ്. നല്ല രീതിയിൽ എല്ലാവരും വീണിട്ടുമുണ്ട്, നല്ലപോലെ കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ട്രെയിനൊക്കെ പിടിച്ച് കളിക്കുന്നത്. ഞാൻ മുന്നേ ഒരു വീഴ്ച വീണിട്ടുള്ളത് കൊണ്ട് എനിക്കിതിൽ കയറി വീഴാനൊരു മടിയായിരുന്നു. ലൈക്ക് വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരിക്കൽ കൂടി വീണ് നടുവേദന വീണ്ടും ട്രിഗറാക്കണ്ടെന്നിരുന്ന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഈവനിങ് ആയി. പിന്നെ അടുത്ത ട്രെയിൻ പിടിച്ച് നമ്മൾ വീട്ടിൽ പോവുക ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചൂസ്.